നമുക്ക് അടുത്ത ചെയ്യാനുള്ളത് സ്റ്റാഡിൽ മൾട്ടി സ്റ്റോറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞൊന്നില്ല, ചിലപ്പോൾ വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു സ്ലോട്ടും കൂടി തരാം, ചിലപ്പോൾ ഒരു ഹൈറ്റ് കൂടി തരാം, എങ്ങനെ വേണം തരാം. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസിൽ നിന്ന് ഈടുന്ന് ഇടത്തേക്കുള്ള ഡിസ്റ്റൻസ് 4 പിന്നെ ഈടുന്ന് ഇടത്തേക്കുള്ള ഡിസ്റ്റൻസ് 4, പിന്നെ ഈടുന്ന് ഇടത്തേക്കുള്ള ഡിസ്റ്റൻസ് 3, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് 3, ഇത് 4, ഇത് 4, ഇത് 3, ഇത് 3, ഇങ്ങനെയാണ് നമുക്ക് തരുന്നുള്ളത്. പിന്നെ നമുക്ക് ഇതിലുള്ളത് എക്സ് വൈ സെഡ് എന്ന ആക്സിസ് ആണ്. ഓക്കെ, അപ്പോൾ എക്സ് വൈ സെഡ് എന്ന് പറയുമ്പോഴേക്ക് ഇത് വൈ, ഇത് എക്സ്, ഇത് സെഡ്. അപ്പോൾ ഇത് ചെല്ലുന്നത് നമ്മൾ ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ ഈ വൈ നമുക്ക് കാണില്ല. ഈ വൈ എല്ലുള്ളത് ഈ സൈഡാണ്, ഈ കോർണറെല്ലാം വൈ ആണ്. കാരണം ഇത് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്നതാകെ ഈ എക്സും ഈ സെഡും മാത്രമാണ്. അത് രണ്ടാണ് ഈ ലൈൻ. ഇതൊരു സെഡ് ലൈനും ഇത് എക്സ് ലൈനുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് വ്യൂ ആണ് നോക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് നോക്കുന്ന പോലെയാണ് ഈ സംഭവം ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എത്ര കിട്ടുന്നുള്ളത്, ഇവിടെ 4, ഇവിടെ 4, ഇവിടെ 4, ഈ ഹൈറ്റാണ് 4. ഓക്കെ, ഈ ഹൈറ്റാണ് 4. പിന്നെ ഇവിടുന്ന് ഇവിടത്തേക്കുള്ളതാണ് 3, 3. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കോർഡിനേറ്റ്സ് എങ്ങനെ വരയ്ക്കും എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ നമുക്ക് ആകെയുള്ള കോർഡിനേറ്റ്സ് പറയുന്നത് എക്സ്, വൈ, സെഡ്, ഇത് 3 ഉള്ളത്. അപ്പോൾ വൈ നമുക്ക് ഇതിലെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ വൈ ഫുള്ള് 0 ആയിരിക്കും എല്ലായിടത്തും. കാരണം നമ്മൾ ടോപ്പ് വ്യൂ എന്നാണ് നോക്കുന്നുള്ളത്, അതുകൊണ്ട് ഇവിടെ വൈക്ക് പ്രസക്തി ഇല്ല. ഓക്കെ, അപ്പോൾ എന്താണെന്ന് പറഞ്ഞെങ്കിൽ നമുക്കിപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസിൽ നിന്ന് 3. അപ്പോൾ ഫസ്റ്റത്തെ കോർഡിനേറ്റ്സ് എല്ലാം 0 ആയിരിക്കും. 0, 0, 0. എക്സ് വൈ സെഡ് എല്ലാം 0 ആണ്. ഇനി ഇവിടുന്ന് ഇടത്തേക്ക് വരുമ്പോൾ എക്സ് എത്ര ആവും, 3 ആവും. കാരണം ഇവിടുന്ന് ഇടത്തേക്കുള്ള ഡിസ്റ്റൻസ് പറയുന്നത് 3. പിന്നെ വൈ ആക്സിസും ഇല്ല, സെഡ് ആക്സിസും ഇല്ല. അപ്പോൾ അത് രണ്ടും 0 ആയിട്ട് മാറി. ഇനി ഇവിടേക്ക് എത്തുമ്പോൾ എന്താവില്ലെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെ 3, അത് ഇവിടെ മുതൽ ഇവിടെ വരെ എത്തുമ്പോൾ 3, 3, 6 ആയി. അപ്പോൾ 6, 0, 0, കാരണം എക്സ് വൈ സെഡ്. അപ്പോൾ നമുക്ക് ഈ താഴത്തെ കോർഡിനേറ്റ്സ് കിട്ടി നമുക്ക് വരയ്ക്കാനുള്ള. അത് ഞാനിപ്പോൾ മൾട്ടി സ്റ്റോറി മറ്റേതിൽ ചെയ്യുമ്പോൾ ഇത് എങ്ങനെ ഫില്ലാക്കണം ഞാൻ പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് ടോപ്പ് ഫ്ലോർ ആണ്. ഈ വ്യൂ ഇവിടുന്ന് ഇവിടം വരെയുള്ള സെഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത്ത് 4 ആണ്. അപ്പോൾ ഫസ്റ്റത്തത് എന്താവും, എക്സ് 0 ആണ്, കാരണം ഇവിടെ എക്സിലൊന്നും ഇല്ല. വൈയും 0 ആണ്. 4 ഉണ്ട്, കാരണം ഇവിടുന്ന് ഇവിടത്തേക്ക് 4 മീറ്റർ ആണുള്ളത്. അപ്പോൾ അവിടെ ഒരു 4 കൊടുക്കുക, എക്സ് വൈ സെഡ്. ഓക്കെ, രണ്ടാമത്തെ എക്സിൽ വാല്യൂ ഉണ്ട്, കാരണം ഇവിടുന്ന് ഇവിടത്തേക്ക് 3 ആണ്. അപ്പോൾ 3, ഇവിടുന്ന് സെൻറ്റർ വൈ എന്തും ഇല്ല, സെഡ് ഉണ്ട്, കാരണം സെഡ് സെയിം ഡിസ്റ്റൻസ് ആണ്, ഇവിടുന്ന് ഇടത്തേക്കുള്ള എത്ര 4. അപ്പോൾ അതും കൂടി എഴുതാം. മൂന്നാമത്തെന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇടത്തേക്കുള്ളതാണ്. അപ്പോൾ ഇത് ടോട്ടൽ എടുക്കണം. ഇവിടെ മുതൽ ഇവിടം വരെ ആകുമ്പോൾ എത്ര ആവും, നമുക്ക് ഇവിടുന്ന് ഇടുന്ന 3, ഇവിടുന്ന് ഇടുന്ന 6. അപ്പോൾ 6, 0, 4. 4 നിന്ന് കോമൺ ആണ്, കാരണം ഇവിടുന്ന് ഇടത്തേക്കുള്ള ഹൈറ്റാണ് നമുക്ക് കൊടുത്തത്. ഇനി കൊടുക്കാൻ പോകുന്നത് ഇവിടുന്ന് ഇവിടേക്കുള്ള ഹൈറ്റാണ്. അപ്പോൾ ഇവിടെ എത്ര ആവും, ഇല്ലെങ്കിൽ ഈ 4ഉം ഈ 4ഉം കൂടിയെങ്കിൽ സെഡ് ആക്സിസ് 8 ആവും. ബാക്കി 2 0 ആണ്, കാരണം 3 സ്റ്റാർട്ടിങ് അല്ലേ, സ്റ്റാർട്ടിങ് ആകുമ്പോൾ ഇവിടെ ഒന്നും ഇല്ല. രണ്ടാമത്തേൽ എന്താവും, 3, 0, 8. അടുത്തെന്ന് പറയുന്നത് 6, 0, 8. ഇങ്ങനെയാണ് വരുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് താഴത്തെല്ലാം ഈ ഫില്ലാക്കേണ്ടതെല്ലാം മനസ്സിലായിട്ടുണ്ട്. നമ്മൾ നോട്ട്സ് ഫില്ലാക്കുന്നത് ഇങ്ങനെ ഇപ്പോൾ ഒരു 3 പോയിൻ്റ് ആയിട്ട് ഇങ്ങനെ ഇതുപോലെ വരും. ഈ ഡിസ്റ്റൻസാണ് നമ്മളിപ്പോൾ ചെയ്തത്, കാരണം ഇതെങ്ങനെ കൊടുക്കണമെന്ന് നമുക്ക് അറിയണ്ടേ. ഈ സംഭവം മനസ്സിലായോ, ഈ ഒരു കോൺസെപ്റ്റാണ് ഞാൻ അടിച്ച് വരച്ചത്. ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഡിസ്റ്റൻസ് മാറി നിരിച്ചോ, ഇതുപോലെ വന്ന് ഞാൻ വെച്ചോ പറഞ്ഞുതരാം. ഒരു ഡിസ്റ്റൻസ് വരയ്ക്കുന്നത് ഞാൻ ഈടുന്ന് ഇടത്തേക്കുള്ള ഡിസ്റ്റൻസ് 3, ഈടുന്ന് ഇടത്തേക്കുള്ള ഡിസ്റ്റൻസ് ഒരു 4 ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെ വരും, 0, 0, 0. ഇനി ഈടുന്ന് ഇടത്തേക്കെന്ന് പറയുന്നത് 3, 0, 0. അപ്പോൾ ഈടത്തേക്കെന്ന് പറയുമ്പോൾ 3ഉം 4ഉം 7. അപ്പോൾ 7, 0, 0. മനസ്സിലായോ, അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ എന്തും തന്നിട്ടില്ല. അപ്പോൾ എന്താവും, ഈ കോർഡിനേറ്റ്സിൽ ലൈക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയെന്ന് വെച്ചെങ്കിലേ, ഇപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നതെന്ന് ചോദിച്ചോ, ഇതുപോലെ വന്ന്, ഓക്കെ പ്ലസ് ആയിക്കും ഇത്. ഓക്കെ, ഇവിടെ ജോയിൻ്റ് ആക്കി, ഇവിടെ ഒന്നും ഇല്ല. പക്ഷേ ഇവിടുത്തെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ഒരു 4 തന്നിട്ടുണ്ടെന്ന് തിരിച്ചോ, ഇവിടുന്ന് ഇവിടത്തേക്ക് 3. അപ്പോൾ 0, 0, 0. പിന്നെ ഉള്ളത് 3, 0, 0 ആയില്ലേ. ഇനി ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 5 എന്ന് വിചാരിച്ചോ, ഇതെന്ന് പറയുന്നത് ഒരു 6 എന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് പറയുമ്പോൾ 0, 0, 5.
ഇവിടുന്ന് ഇടത്തേക്കുള്ളത് 0 അല്ല 3 വരും. കാരണം എത്ര ഇവിടുന്ന് ഇടത്തേക്കുള്ള ഡിസ്റ്റൻസ് 3 ആണ്. അപ്പോൾ എക്സ് ആക്സിസ് നമ്മൾ എത്ര കൊടുക്കണം? 3 കൊടുക്കണം. 3,0,5 വന്നില്ലേ? ഇനി നമുക്ക് ഇവിടുന്ന് ഇടത്തേക്കുള്ള ഡിസ്റ്റൻസും കൂടി കൊടുക്കണം. കാരണം ഇവിടെ 3 മാത്രമാണ് ഇല്ലാത്തത്, എക്സ് ആക്സിസും ഇല്ല, വൈ ആക്സിസും ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം 3 ഇല്ല, ബാക്കി 3 ഉണ്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്താക്കുക, ഇവിടുന്ന് ഇടത്തേക്ക് 3 ആണ്, ഇവിടുന്ന് ഇടത്തേക്ക് 4 ആണ്. അപ്പോൾ 3 + 4 എത്ര? 7. അപ്പോൾ 7, 0, 5. മനസ്സിലായോ? ഇങ്ങനെ വരും. കാരണം ഇവിടെ മാത്രമാണ് ആ ഒരു കോർഡിനേറ്റ്സ് വരാത്തുള്ളത്, പക്ഷേ ഇവിടെ ഉണ്ട്, ഈ സംഭവം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 എന്ന് പറയുന്നത് 5 ഉണ്ടാവില്ല, 7 ഉണ്ടാവും. 7, 0, 0. കാരണം ഇവിടെ 5 ലെങ്ത്ത് കൊടുത്തെങ്കിൽ ഇതേപോലത്തെ ഒരു ലെങ്ത്ത് ഇവിടെ കൂടി വരും. അപ്പോൾ ഇങ്ങനെ വരും, പക്ഷേ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ഇവിടെ ഒരു ലെങ്ത്ത് മാത്രം വരും. കാരണം നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് 7, 0, 0 എന്നാണ്. ഇപ്പോൾ നാലാമത്തെ ഇതിലേക്ക് എത്തുമ്പോൾ 5, 6, 11 ഫസ്റ്റ് ഏതിൽ 0, 0, Z ആക്സിസിൽ എത്ര ആവും? 11 ആവും. മറ്റേതാകുമ്പോൾ 3, 0, 11. ഇവിടെ എത്തുമ്പോൾ എത്ര? 3 + 4 7 അല്ലേ? 7, 0, 11. ഇങ്ങനെ വരും. മനസ്സിലായോ? ഇത്ര തന്നെയാണ് ഈ സംഭവം ചെയ്യാനുള്ളത്, ഫസ്റ്റത്തെ ആ ഒരു സെറ്റപ്പ്. താങ്ക് യു.